അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 വിരാമം. ഇന്ത്യയിൽ പല ഭാഷകളിൽ ബിഗ് ബോസ് നടക്കുന്നുണ്ട്. മലയാളത്തിലും ഇതിനു മുമ്പ് 5 സീസണുകൾ കഴിഞ്ഞു. ഏറ്റവും നിലവാരം കുറഞ്ഞ സീസൺ എന്ന പേര് കേട്ടിട്ടും ഇത്രയും ചർച്ചയായ, കോളിളക്കം സൃഷ്ടിച്ച, വിവാദങ്ങളുണ്ടായ, ഒന്നിലേറെ ഫിസിക്കൽ അസോൾട്ടുകൾ നടന്ന മറ്റൊരു സീസൺ ഇല്ല. TRP റേറ്റിംഗിലും വരുമാനത്തിലും ഏറ്റവും മുന്നിലെത്തിയതും ഈ സീസൺ തന്നെ. ടോപ്പ് 5-ൽ എത്തുമെന്ന് ആദ്യമേ കരുതിയ റോക്കിയും സിബിനും പൂജയുമൊക്കെ 3 ആഴ്ച പോലും തികച്ചില്ല. വിന്നറാവുമെന്ന് അധിക പേരും പ്രതീക്ഷിച്ച, ആദ്യം മുതലേ കരുതിയ ജാസ്മിന് 2ാം സ്ഥാനം പോലും ലഭിച്ചില്ല. മികച്ച മത്സരാർത്ഥികളായിരുന്ന സിജോയും അപ്സരയും ടോപ്പ് 5 പോലും കണ്ടില്ല. എല്ലാ സീസണിലും 30 ദിവസം പിന്നിടുമ്പോൾ തന്നെ വിജയി ആരാണെന്ന് ഏകദേശം ഉറപ്പിക്കാം. എന്നാൽ ഈ സീസണിൽ അവസാന നിമിഷം വരെ ആരാവും വിജയി എന്നത് സംശയം തന്നെയായിരുന്നു. ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ ജിൻഡോ വിജയ കിരീടം ചൂടി. അവസാന ദിവസവും വിവാദങ്ങൾക്ക് കുറവില്ല. ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണോ ട്രോഫി ഇത്ര ചെറുതാക്കിയത്, ജാസ്മിനെ പട്ടിക്കൂടിൽ അടച്ച് എലിമിനേറ്റ് ചെയ്തത് ശരിയായില്ല എന്നിങ്ങനെ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ബിഗ് ബോസ് 6ാം സീസണിൽ 3ാം സ്ഥാനം നേടിയാണ് ജാസ്മിൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. 2ാം സ്ഥാനം ജാസ്മിന് ലഭിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം പലർക്കുമുണ്ട്. 6ാം സീസൺ ഒറ്റയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോയ കണ്ടന്റ് മേക്കർ ആയിരുന്നു ജാസ്മിൻ. അടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടും ജാസ്മിൻ ഷോയിൽ മുന്നോട്ട് പോയി. ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം ഏഷ്യാനെറ്റിനോട് അനുഭവങ്ങൾ പങ്കുവെച്ച ജാസ്മിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഞാനായിട്ടാണ് നിന്നത്. എനിക്കതെൻ്റെ വീടായാണ് തോന്നിയത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീടുമായി സിങ്കായി. പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. മനുഷ്യനല്ലേ, എന്നോട് ഒരാൾ എടുത്തു പറയുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്ക് ഞാനല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. പക്ഷേ ഫേക്ക് ആകാൻ ശ്രമിച്ചാൽ ഞാൻ ഇപ്പോഴിവിടെ നിൽക്കില്ലായിരുന്നു. ജിൻഡു ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും ജാസ്മിൻ വ്യക്തമാക്കി. ഗബ്രി ജാസ്മിൻ ജോഡികളെ പോലെ തന്നെ ഹിറ്റായ ജോഡിയായിരുന്നു അർജുനും ശ്രീധുവും. ശ്രീധുവിനോട് അർജുനെ പറ്റി ചോദിച്ചപ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്നും ഇനിയും ആ ഫ്രണ്ട്ഷിപ്പ് തുടരുമെന്നുമാണ് പറഞ്ഞത്. ബിഗ് ബോസ് ഫിനാലെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഹൗസിനുള്ളിൽ എല്ലാ മത്സരാർത്ഥികളും പിന്നണി പ്രവർത്തകരും ചേർന്നുള്ള ഒരു വലിയ പാർട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും ഡാൻസും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത്. ഗ്രാൻഡ് ഫിനാലെ റിസൾട്ടിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്ന് കമന്റ് ചെയ്യുക. This is the Big Boss. Big Boss.